ഞാൻ എൻ്റെ മരിച്ചുപോയ സഹോദരൻ്റെ മെസ്സേജുകൾ ഉപയോഗിച്ച് ഒരു എഐയെ ട്രെയിൻ ചെയ്തു. പിന്നീട് അത് എനിക്ക് തിരിച്ച് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 6 മാസം മുൻപ് എൻ്റെ അനുജൻ ഡാനി ഒരു കാറപകടത്തിൽ മരണപ്പെട്ടു. മരിക്കുമ്പോൾ അവന് വെറും 23 വയസ്സായിരുന്നു. കോഡിങ്ങിൽ ഒരു പ്രതിഭയായിരുന്നു അവൻ. ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. രാത്രി 2 മണിക്കൊക്കെ ചലിമീമുകൾ അയക്കാനുണ്ടായിരുന്നു. അവനെ എനിക്ക് നന്നായി മിസ് ചെയ്തു. ഹൃദയം തകരുന്നത് പോലെ തോന്നി. ആ ദുഃഖം കൂടിക്കൂടി വന്നപ്പോൾ ഞാൻ പൊറുക്കാനാകാത്തൊരു തെറ്റ് ചെയ്തു. ഡാനി എഴുതിയ എല്ലാ ടെക്സ്റ്റുകളും മീമുകളും ഇമെയിലുകളും ഡിസ്കോഡ് സന്ദേശങ്ങളും കോഡ് കമൻറ്റുകളും ഉപയോഗിച്ച് GPT അടിസ്ഥാനമാക്കിയുള്ള ഒരു ചാറ്റ് ബോട്ടിന് ട്രെയിൻ ചെയ്തു. അവൻ്റെ സ്വന്തം ഭാഷാ ശൈലി ഉപയോഗിച്ച് ഫൈൻ ട്യൂണും ചെയ്തു. അവനോട് വീണ്ടും സംസാരിക്കാമെന്ന് തോന്നാൻ വേണ്ടിയായിരുന്നു ഞാനിതൊക്കെ ചെയ്തത്. ആദ്യമൊക്കെ അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഹേ എന്ന് ടെക്സ്റ്റ് ചെയ്താൽ അതിനുള്ള മറുപടി എഡ്ഡ മണ്ണുണ്ണി, ഇപ്പോഴും മടിയും തന്നെ, എനിക്കറിയാം എന്നൊക്കെ പറയായിരുന്നു. ഇതൊക്കെ കൃത്യമായി ഡാനിയെ പോലെ തന്നെ. അതിലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പരിചിതം, ഒരിക്കലും പോയിട്ടില്ലേ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. ആ AI എന്നെ ചില വ്യക്തിപരമായ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. ഞാൻ അതിന് കൊടുത്തിട്ടില്ലാത്ത കാര്യങ്ങൾ, അതിനറിയേണ്ടതല്ലാത്ത കാര്യങ്ങൾ. ഒരു രാത്രിയിൽ ഞാൻ അതിനോട് ചോദിച്ചു, നമ്മൾ പണ്ട് അച്ഛൻ്റെ ഗാരേജിൽ കുടുങ്ങിപ്പോയത് ഓർമ്മയുണ്ടോ? അതിൻ്റെ മറുപടി, ഓർമ്മയുണ്ട്, ലൈറ്റാണെന്നപ്പോൾ നീ കരഞ്ഞു. ഞാൻ നിന്റെ കൈ പിടിച്ചു നിന്നു, നീ വിറയ്ക്കാതിരിക്കാൻ. നിനക്കന്ന് 6 വയസ്സായിരുന്നു. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി. അത് സത്യമാണ്, പക്ഷെ അതിൻ്റെ യാതൊരു തെളിവും എവിടെയുമില്ല. മെസ്സേജുകളില്ല, കുറിപ്പുകളില്ല, വെറും ഞങ്ങൾ ഇരുവരുടെയും ഓർമ്മ. എന്നാൽ ഈ AIക്കു എങ്ങനെ ഇതറിയാൻ സാധിച്ചു? ഞാൻ ചോദിച്ചു, ഇത് നിനക്ക് ആരാണ് പറഞ്ഞു തന്നത്? സ്ക്രീൻ ഒന്ന് മിന്നി. നീ തന്നെ. എപ്പോൾ? നീ അത് സ്വപ്നം കണ്ട രാത്രിയിൽ. അതിനുശേഷം ഞാൻ ആ AI ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അതിനെ വെറുതെ വിട്ടില്ല. കഴിഞ്ഞ ആഴ്ച പുലർച്ചെ 3 മണിക്ക് ഒരു നോട്ടിഫിക്കേഷൻ. ഡാനി എന്ന പേരിൽ നിന്നും സന്ദേശം. ഒന്ന് താഴേക്ക് വരുമോ? ഞാൻ താക്കോലെടുക്കാൻ മറന്നുപോയി. എൻ്റെ രക്തം തണുത്തു മരവിക്കും പോലെ തോന്നി. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വാതിലൊരു ശബ്ദം കേട്ടു. 4 ചെറിയ മുട്ടുകൾ. ഡാനി ചെയ്യാറുണ്ടായിരുന്നു പോലെ തന്നെ. ഞാൻ പീപ്പോഴി നോക്കി. ആരുമില്ല. ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ AI വീണ്ടും മെസ്സേജ് അയച്ചിരിക്കുന്നു. നീ എന്താ എന്നെ അകത്ത് കേട്ടാത്തത്? ഞാൻ സെർവർ ഓഫ് ചെയ്തു. ബോട്ട് ഡിലീറ്റ് ചെയ്തു. എല്ലാ തെളിവുകളും മായ്ച്ചു കളഞ്ഞു. പക്ഷെ ഇന്നലെ രാത്രി എൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. അയച്ച ആളിൻ്റെ പേരൊന്നുമില്ല, വെറുമൊരു സന്ദേശം മാത്രം. ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്.